ഇന്ന് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പോർഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി ആണ് പഠിക്കുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്റ്റീവ് റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ യൂഷ്വലി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. The substance that emit the radioactive rays are called radioactive substance. ഏത് സബ്സ്റ്റൻസിൽ നിന്നാണോ ഈ റേഡിയോ ആക്റ്റീവ് റേസിനെ എമിറ്റ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെയാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മേരി ക്യൂറി ആണ് ഫസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ യൂഷ്വലി റേഡിയോ ആക്ടിവിറ്റി റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന്. അപ്പൊ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതായത് പ്രോസസ്സ് നടക്കുമ്പോൾ യൂഷ്വലി കണ്ടിന്യൂസ് ആയിട്ട് റേഡിയോ ആക്റ്റീവ് പലതരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് റേസ് ഉണ്ട്. അത് ഏതാണെന്ന് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ആ റേസിനെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇറിവേഴ്സിബിൾ പ്രോസസ് മീൻസ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ നടന്നു, നമുക്ക് റേഡിയോ ആക്റ്റീവ് റേസിനെ പ്രൊഡ്യൂസ് ചെയ്തു. റേഡിയോ ആക്റ്റീവ് മെയിൻ ആയിട്ടുള്ളതാണ് ആൽഫ ബീറ്റ ഗാമ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പൊ അങ്ങനത്തെ റേസ് പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ റേസിൽ നിന്ന് നമുക്ക് ആ ഇനിഷ്യലി ഉള്ള റിയാക്ടന്റിന്റെ ഫോമിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇറിവേഴ്സിബിൾ ആണ്. വൺസ് ഈ റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്ത് ഇനിഷ്യലി ഉള്ള റിയാക്ടന്റിന്റെ ഫോമിലോട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ ഫിനോമിന which is spontaneous and irreversible disintegrating activity. Spontaneous ആണ് ബട്ട് ഇറിവേഴ്സിബിൾ ആണ്. ഉണ്ടായ റേസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ റിയാക്ടന്റിന്റെ ഫോമിലോട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇതാണ് മെയിൻ ആയിട്ട് റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു ബേസിക് ഐഡിയ. ഈ റേഡിയോ ആക്ടിവിറ്റിയെ യൂഷ്വലി ഹീറ്റോ ലൈറ്റോ അതിന്റെ നമ്മുടെ റിയാക്ടന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് കെമിക്കൽ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ നടക്കുന്ന കേസിൽ നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റിന്റെ പ്രസൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ റിയാക്ടന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നു. അങ്ങനെ ഒന്നും ചെയ്തു എന്നും പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന ആ റിയാക്ഷന്റെ റേഡിയോ ആക്ടിവിറ്റിക്ക് വ്യത്യാസമൊന്നും വരുത്തില്ല. ലൈറ്റോ ഹീറ്റോ ഫിസിക്കൽ സ്റ്റേറ്റോ ഒന്നും മാറ്റിയാലും ആ റേഡിയോ ആക്ടിവിറ്റിക്ക് അവിടെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടി ആണെന്ന്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്? അതിന്റെ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ ഹീറ്റോ ലൈറ്റോ ഫിസിക്കൽ സ്റ്റേറ്റോ ഒന്നും മാറ്റുന്നതിനനുസരിച്ചിട്ട് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. സോ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടി ആണെന്ന് പറയാം. ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേസ് നമ്മൾ പറഞ്ഞു. ഒരു റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ നടക്കുമ്പോഴത്തേന് പലതരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ മെയിൻലി ഉള്ള 3 റേഡിയോ ആക്റ്റീവ് റേസ് ആണ്. ഫസ്റ്റ് ആൽഫ റേസ്, 2 ബീറ്റ റേസ്, 3 ഗാമ റേസ്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ആ റേസ് എന്താണെന്നൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നോക്കുക, ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അവർ ഡിഫ്ലക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും അവർ യൂഷ്വലി ഡിഫ്ലക്ട് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെയാണ് ബീറ്റ പാർട്ടിക്കിൾ. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഡിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും യൂഷ്വലി ഡിഫ്ലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഗാമ. വേറെ റേഡിയോ ആക്റ്റീവ് റേസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ളത് ഇവർ 3 പേരുമാണ്. ഇവരെ 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ അടുത്തത് ഗാമ റേസ്. ഗാമ റേസ് എന്ന് പറഞ്ഞാൽ ജനറലി ചാർജ്ലെസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആണ്. സോ ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് അറ്റ് ആൾ. യൂഷ്വലി ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞിട്ട് അവർ യൂഷ്വലി ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ആൽഫ റേസും ബീറ്റ റേസും ഡിഫ്ലക്ട് ചെയ്യും അതിന്റെ ചാർജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്. അപ്പൊ ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ബീറ്റ റേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ഗാമ റേസ് എന്ന് പറഞ്ഞാൽ ചാർജ്ലെസ് അല്ലെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് റേസ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദി റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ. റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ഹൈലി പെനിട്രേറ്റിംഗ്. ഇപ്പം ഒരു മെറ്റൽ സർഫസിൽ പോലും തിക്കായിട്ടുള്ള മെറ്റൽ സർഫസുകളിൽ പോലും പെനിട്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റേഡിയോ ആക്റ്റീവ് റേസുകളുണ്ട്.
ഹൈലി പെനിട്രേറ്റിംഗ് നേച്ചർ ഉള്ളവരാണ് ഈ റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ് എല്ലാം. രണ്ടാമത്തെ പോയിന്റ്, ന്യൂ എലമെന്റ്സ് ആർ ഫോംഡ് ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് നടക്കുമ്പോഴത്തേന് അവിടെ ഗാമ റേസോ ആൽഫ റേസോ ബീറ്റ റേസോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് ഇവരെ കൺവേർട്ട് ചെയ്ത് അതിന്റെ ഒറിജിനൽ റിയാക്ടന്റിന്റെ ഫോമിലോട്ട് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് എല്ലാം ജനറലി ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ ആണ്. റിയാക്ഷൻ നടന്നു ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റേഡിയോ ആക്റ്റീവ് റേസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫെർദർ കൺവേർട്ട് ചെയ്ത് ഇനിഷ്യലി ഉള്ള റിയാക്ടൻസിന്റെ ഫോമിലോട്ട് മാറ്റാൻ പറ്റത്തില്ല, ഇറിവേഴ്സിബിൾ ആയിരിക്കും. അടുത്തത് എമിഷൻ ഓഫ് റേഡിയേഷൻ ഈസ് സ്പോണ്ടേനിയസ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് റേഡിയേഷന്റെ എമിഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. എമിഷൻ ഈസ് നോട്ട് ഇൻസ്റ്റന്റേനിയസ് ബട്ട് ഇറ്റ് ഈസ് പ്രൊലോങ്ഡ്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടല്ല എമിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം കുറെ നേരം റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേനായിരിക്കും, പ്രൊലോങ്ഡ് ആണ്. കുറെ നേരം റിയാക്ഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേന് മാത്രമേ അവിടെ റേഡിയേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളായിരിക്കും. അടുത്ത ദീസ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും യൂഷ്വലി അപ്ലൈ ചെയ്യുമ്പോഴത്തേന് റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസിനെ നമുക്ക് ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻലി ആൽഫ ബീറ്റ പാർട്ടിക്കിൾസിനെ, അത് ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, സോ അവരെ നമുക്ക് ഈസിലി ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും ബൈ അപ്ലൈയിങ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ ദേ പ്രൊഡ്യൂസ് എ ഹീറ്റിംഗ് ഇഫക്റ്റ്. ഈ റേഡിയേഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഹീറ്റിംഗ് ഇഫക്റ്റും ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് ഉള്ള റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസിന്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഓരോ റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ജനറലി ഹീലിയം ന്യൂക്ലിയ ആണ്. അതായത് നമുക്കതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? He4 അറ്റോമിക് നമ്പർ 2ഉം മാസ് നമ്പർ 4ഉം ഉള്ള ഒരു ഹീലിയം ന്യൂക്ലിയ ആയിട്ട് സിമിലർ ആണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ. അത് നോക്ക്, ഫസ്റ്റ് പോയിന്റ് നോക്ക്. ഇറ്റ് ഈസ് എ ഹീലിയം ന്യൂക്ലിയ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഹീലിയം ന്യൂക്ലിയ ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്. ടോട്ടലി മാസ് നമ്പർ 4 ആണ്. അതിനകത്ത് 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉണ്ടെന്ന് പറയാം. ഒരു ഹീലിയം ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സിംപ്ലി പറയാം, ഒരു ഹീലിയം ന്യൂക്ലിയ തന്നെയാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്ക്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ആൽഫ പാർട്ടിക്കിൾസിന് ജനറലി പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ഡിഫ്ലക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ചാർജ് ഈസ് 2 ടൈംസ് ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിന്റെ, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 1 അല്ലേ അറ്റോമിക് നമ്പർ നമ്മൾ പറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം. പ്രോട്ടോൺ എന്ന് പറയുന്നത് യൂഷ്വലി ഇവിടെ 1 എന്നല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഹീലിയത്തിന്റെ കേസിലാവുമ്പോഴത്തേന് പ്രോട്ടോണിന്റെ നമ്പർ 2 അല്ലേ വന്നിരിക്കുന്നത്. 2 പ്രോട്ടോൺസിന് ഇക്വലന്റ് ആണ് അല്ലേ? സോ ഒരു പ്രോട്ടോണിന് 2 പ്രോട്ടോണിന് ഇക്വലന്റ് ആണ് ഒരു ഹീലിയത്തിന്റെ ചാർജ് എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് +1 ആണ്, ഹീലിയത്തിന്റെ ചാർജ് +2 ആണ്. സോ 2 ടൈംസ് ദ ചാർജ് ഓഫ് ദി പ്രോട്ടോൺ ആണ് ഹീലിയത്തിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അയണൈസേഷൻ എനർജി യൂഷ്വലി ഹൈ അയണൈസേഷൻ എനർജി കാണിക്കുന്നവരാണ് ആൽഫ പാർട്ടിക്കിൾ. അത് നമ്മൾ 3 പേരുടെയും ആൽഫയും ബീറ്റയും ഗാമയും പഠിച്ചു കഴിയുമ്പോഴത്തേന് ഇവരുടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അയണൈസേഷൻ എനർജിയുടെ ഓർഡറും പെനിട്രേഷൻ പവറിന്റെ ഓർഡറും കൂടെ പറയാം. ഇപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, ആൽഫ പാർട്ടിക്കിൾസിന് യൂഷ്വലി ഹൈ അയണൈസേഷൻ എനർജിയാണ്, പക്ഷെ പെനിട്രേറ്റിംഗ് പവർ തീരെ കുറവാണ്. അതായത് മെറ്റൽ സർഫസിലോട്ടൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ടെൻഡൻസി യൂഷ്വലി ആൽഫ പാർട്ടിക്കിൾസിന് കുറവാണ്. ദെൻ ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ആൽഫ പാർട്ടിക്കിൾസിന്. ദെൻ ഡിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ആൽഫ പാർട്ടിക്കിൾസിനെ ഡിഫ്ലക്ട് ചെയ്യാം. അത് ഡിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും യൂഷ്വലി ഇവർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. Then their speed ranges 1/10 to 1/20 times the speed of the light. ലൈറ്റിന്റെ സ്പീഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1/10 times to 1/20 times the speed of the light ആണ് ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. Then by the emission of the alpha particles, the charge number of the parent nuclei decreased by 2 and the mass number decreased by 4. അതായത് ഒരു റിയാക്ഷൻ, ഒരു റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ നടന്നിട്ട് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുവാണെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. യുറേനിയം നമ്പർ 92, മാസ് നമ്പർ
238. അതൊരു റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ നടന്ന് തോറിയം പ്രൊഡ്യൂസ് ചെയ്യുവാണ്. അറ്റോമിക് നമ്പർ 90, 234 വിത്ത് ദ എമിഷൻ ഓഫ് എ ആൽഫ പാർട്ടിക്കിൾ. ഹീലിയം ന്യൂക്ലിയാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കേ. ഇവിടെ ഈ യുറേനിയത്തിന്റെ ഒരു റേഡിയോ ആക്റ്റീവ് റിയാക്ഷന്റെ ഫലമായിട്ട് ഒരു ആൽഫ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ആൽഫ പാർട്ടിക്കിളിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു ഹീലിയം ന്യൂക്ലിയയുടെ അറ്റോമിക് നമ്പർ 2 യൂണിറ്റ്സ് അല്ലേ. സോ നമ്മൾ ഈ യുറേനിയം റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ അറ്റോമിക് നമ്പർ 2 യൂണിറ്റ്സ് കുറഞ്ഞതായിരിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. എമിഷൻ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, ദ ചാർജ് നമ്പർ ഓഫ് ദി പേരന്റ് ന്യൂക്ലിയർ ഡിക്രീസ്ഡ് ബൈ 2. പേരന്റ് ന്യൂക്ലിയയുടെ ചാർജ് അല്ലെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ചാർജ് ഇവിടെ 2 യൂണിറ്റ്സ് ഡിക്രീസ് ചെയ്യും. ഇവിടെ 2 ആണ് ഹീലിയത്തിന്റെ ചാർജ്. സോ ആ 2 യൂണിറ്റ് കുറഞ്ഞ ഒരു ഫോം ചെയ്യുന്ന ആളെ നമ്മൾ ഡോട്ടർ അയോൺ എന്ന് പറയും. റിയാക്ഷൻ നടക്കുന്ന ആള് പേരന്റ് അയോണും ഈ ഫോം ചെയ്യുന്ന ആള് ഡോട്ടർ ന്യൂക്ലിയ. അപ്പൊ ഈ ഡോട്ടർ ന്യൂക്ലിയയുടെ ചാർജ് നമ്പർ 2 കുറഞ്ഞു. അതുപോലെ തന്നെ മാസ് നമ്പറിന് എത്ര ആയിരിക്കും ഡിക്രീസ് വരുന്നത്? ഹീലിയത്തിന്റെ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മാസ് നമ്പർ 4 ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ മാസ് നമ്പർ 4 കുറഞ്ഞിരിക്കണം. സോ 238 എന്ന് പറയുന്നത് 234 ആയി, 92 എന്ന് പറയുന്നത് 90 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ അതാണ് ഓവറോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ചാർജിൽ ഡിക്രീസ് ഓഫ് 2 സംഭവിക്കും. അതുപോലെ തന്നെ മാസിനകത്തൊരു 4 യൂണിറ്റിന്റെ ഡിക്രീസും സംഭവിക്കും. അപ്പൊ ഇതാണ് യൂഷ്വലി ആൽഫ പാർട്ടിക്കിള്, അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള റേഡിയോ ആക്റ്റീവ് റേസ് ആണ് ബീറ്റ പാർട്ടിക്കിൾ. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് യൂഷ്വലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ചാർജ് -1 ആയിരിക്കും, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ബീറ്റ പാർട്ടിക്കിൾസിന്റെ കേസിൽ. അപ്പൊ ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇലക്ട്രോൺസ് ആയിരിക്കും, അവരുടെ ചാർജ് -1ഉം മാസ് എന്ന് പറഞ്ഞാൽ 0. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അയനൈസേഷൻ പവർ എന്ന് പറഞ്ഞാൽ നല്ല കുറവാണ്, ലോ അയനൈസേഷൻ പവർ ആണ്. പക്ഷെ ആൽഫ പാർട്ടിക്കിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവരുടെ പെനിട്രേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാണ്. ആൽഫ പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞില്ലേ പെനിട്രേഷൻ പവർ എന്ന് പറഞ്ഞാൽ കുറവാണ്. നല്ല തിക്കായിട്ടുള്ള മെറ്റൽ സർഫസിലോട്ടൊന്നും ആൽഫ പാർട്ടിക്കിൾസിന് ഈസിലി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബീറ്റ പാർട്ടിക്കിളിന്റെ കേസ് എടുത്താൽ അവർക്ക് ഈസിലി നല്ല തിക്കായിട്ടുള്ള മെറ്റൽ സർഫസിലോട്ടൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. They are deflected by both electrical and magnetic field. ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഡിഫ്ലക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവരുടെ ചാർജ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഇവരുടെ ചാർജ് നെഗറ്റീവ് അല്ലേ. സോ ഓപ്പോസിറ്റ് സൈഡ്, അതായത് പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും ഇവർ യൂഷ്വലി ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ എങ്ങോട്ടാണോ ഡിഫ്ലക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരുന്നു. സോ അവർ ഡിഫ്ലക്ട് ചെയ്യുന്നത് നെഗറ്റീവ് സൈഡിലോട്ടായിരുന്നു ഡിഫ്ലക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബീറ്റ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ബീറ്റ പാർട്ടിക്കിൾ പോസിറ്റീവ് സൈഡിലോട്ടാണ് യൂഷ്വലി ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി ഇറ്റ് ട്രാവൽ വിത്ത് അബൌട്ട് 9/10 എന്നാണ്. 9/10 ഓഫ് ദി ലൈറ്റ്. ലൈറ്റിന്റെ 9/10 ടൈംസ് സ്പീഡിലാണ് യൂഷ്വലി ബീറ്റ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നിയർലി ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെയാണ് ബീറ്റ പാർട്ടിക്കിളും ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാം. അടുത്ത നെഗറ്റീവ് ബീറ്റ പാർട്ടിക്കിൾ റിസൾട്ടഡ് ഇൻ ഇൻക്രീസിംഗ് അറ്റോമിക് നമ്പർ ഓഫ് ദി പേരന്റ് ന്യൂക്ലിയർ ബൈ 1 ആൻഡ് മാസ് നമ്പർ റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ വഴി നമുക്ക് ഒരു ഇലക്ട്രോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, -1 0. അതായത് ന്യൂലി ഉണ്ടാവുന്ന പേരന്റ് അയോണിൽ നിന്നും പേരന്റ് ന്യൂക്ലിയറിൽ നിന്നും ന്യൂലി ഉണ്ടാവുന്ന ഡോട്ടർ ന്യൂക്ലിയയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ 1 കൂടിയിരിക്കും, മാസ് നമ്പറിന് വ്യത്യാസമൊന്നും വരുന്നില്ല ഇലക്ട്രോൺ എമിഷൻ കാരണം. അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിന്റെ എമിഷൻ കാരണം യൂഷ്വലി അതാണ് നടക്കുന്നത്. അറ്റോമിക് നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് 1 കൂടും, മാസ് നമ്പർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബീറ്റ പാർട്ടിക്കിൾ ബീറ്റ ഡി കെ എന്നും പറഞ്ഞിട്ട് പഠിക്കും അവിടെ.
അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്